ആ എണ്ണയായിരുന്നു. ഹലോ നമസ്കാരം രഞ്ജിത്ത്. അതെ, ഈ ഒരു പ്രശ്നവുമായിട്ട് എന്നെ സമീപിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട്, എണ്ണാതെ പറ്റത്തില്ല. പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ കുറേ കാലമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ മാറ്റി വയ്ക്കാനൊന്നുമില്ല, പ്രോഫിറ്റൊന്നും കിട്ടുന്നില്ല. അതെവിടേക്കാണ് ഈ പൈസ മുഴുവൻ പോകുന്നത് എന്നറിയത്തില്ല. എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകാരും, അതായത് പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളും ഇതേ പ്രശ്നം ഉന്നയിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കോഴിക്കോടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ നമ്മളെ സമീപിച്ചപ്പോഴാണ്. ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഹോട്ടൽസ് ഉണ്ട് അവർക്ക്. വലിയ ചെയിൻ ആക്കാൻ ഇങ്ങനെ പ്രിപ്പയർഡായിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ, കാരണം മാറ്റിവെക്കാനൊന്നുമില്ല, ഇങ്ങനെ ചെയിനായിട്ട് പോയതുകൊണ്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായത്. അപ്പോൾ ചെയിനായിട്ട് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ വളരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, അവിടെ ഭയങ്കര ക്രൗഡ് കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത് ഭയങ്കര പ്രോസ്പെക്റ്റീവായിട്ടുള്ളൊരു ബിസിനസ്സാണ്, ഇവിടെ ഭീകരമായിട്ടുള്ള ലാഭമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് വരികയും ഓരോ ഫ്രാഞ്ചൈസികൾ എടുക്കാനോ അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ റെഡിയാവുകയും ചെയ്യുന്നതാണ്. വേറൊന്നുമല്ല, അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയുന്ന ആളുകളാണ് അവർ നമ്മളെ സമീപിക്കുകയും ഇതെങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അത് പഠിക്കാനായിട്ട് അവിടെ ചെന്നു. എന്താണ് ആക്ച്വൽ ഇഷ്യൂ? കുറേ കാലമായി, ഒരു 10 വർഷത്തോളം അല്ലെങ്കിൽ 10-12 വർഷത്തോളമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മാറ്റിവെക്കാൻ കാര്യമായിട്ടൊന്നുമില്ല, പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. റെസ്റ്റോറൻറ്റുകൾ മാത്രമല്ല, പല ഷോപ്പുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണിത്. പലപ്പോഴും ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്, നല്ല സെയിലുണ്ട്, നല്ല തിരക്കുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി മാറ്റിവെക്കാൻ പ്രോഫിറ്റില്ല. എവിടേക്കാണ് നിങ്ങളുടെ ഈ പൈസയൊക്കെ പോകുന്നത്? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടും ഡോക്യുമെൻ്റ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഈ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആദ്യം തന്നെ എന്താണ് വേണ്ടത്? ക്യാഷ് എത്രയൊക്കെ ചിലവാകാൻ സാധ്യതയുണ്ട്, എത്രയൊക്കെ ക്യാഷ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രൊജക്ഷൻ നമുക്ക് ആവശ്യമാണ്, അല്ലേ? ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ ഏതൊരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പും അതിനകത്തേക്ക് വരാൻ സാധ്യതയുള്ള പൈസയെക്കുറിച്ചും ക്യാഷിൻ്റെ ഇൻഫ്ലോയെക്കുറിച്ചും ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോയെക്കുറിച്ചും നമുക്ക് ഏകദേശം ധാരണയുണ്ടായിരിക്കണം. ഈ ധാരണയില്ലെങ്കിൽ ഇതൊരു കൈൻഡ് ഓഫ് പ്ലാനിങ് ആണ്. വീട് വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് പോലെ തന്നെ. കാരണം വീട് വയ്ക്കുമ്പോൾ നമുക്കറിയാം ഇന്ന ചിലവുകൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്കറിയാം ഓരോ ഘട്ടത്തിലും. ഇത് നമുക്ക് അറിയില്ലെങ്കിൽ, നമുക്കൊരു പ്ലാനായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വലിയ ചതികളിൽ ചെന്നുപെടും. പലപ്പോഴും നമ്മൾ സിമൻറ്റ് മേടിക്കുമ്പോഴും കമ്പി മേടിക്കുമ്പോഴും മണൽ മേടിക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൂട്ടാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് മിക്കവാറും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലും സംഭവിക്കുക. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതിലുപരിയായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ശരിക്കും അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാകുന്ന ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഫുഡ് കോസ്റ്റ് ഒരു 35% നിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിയണം. 40% മാക്സിമം അത്രേ പോകാൻ പാടുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ 30%. 30 മുതൽ 40% നിങ്ങളുടെ ഫുഡ് കോസ്റ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വലിയ പ്രശ്നമാവും. ബാക്കി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരും, പിന്നെയാണ് നമുക്കതിനകത്തൊരു മാർജിൻ വരുന്നത്. പലപ്പോഴും 40-40-20 എന്നുള്ള രീതിയിലൊക്കെയാണ് പല റെസ്റ്റോറൻറ്റുകളും പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു 30-40-30 എന്നുള്ള രീതിയിലാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ 30% വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ പ്രോപ്പറായി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഫുഡ് കോസ്റ്റ് ചിലപ്പോൾ 60% വരെ ആയെന്ന് വരാം. നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിനെ അത് ഈറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു പ്രോഫിറ്റും നിങ്ങൾക്ക് കിട്ടാത്ത തരത്തിലേക്ക് ഫുഡ് കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റും. അപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഫുഡ് കോസ്റ്റ് 50% ആവാറുണ്ട്. പലപ്പോഴും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒരു 45%-ലേക്കൊക്കെ പോകും. 5% പ്രോഫിറ്റ് കിട്ടിയാലായി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും ഇത് പോവുക. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണം. അതായത് മാർക്കറ്റിൽ എങ്ങനെ നിങ്ങളുടെ ഈ ഹോട്ടലിനെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിനെ ആളുകൾ നോക്കിക്കാണണം. ഇതൊരു ടോപ്പ് ക്ലാസ് റെസ്റ്റോറൻ്റ് ആണോ, അപ്പർ ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ളതാണോ, അതോ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയുള്ള റെസ്റ്റോറൻ്റ് ആണോ? അതിനെ ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങളുടെ മെനു തയ്യാറാക്കാനും അതിനനുസരിച്ചുള്ള പ്രൈസിങ് ചെയ്യാനും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളൊരു കോമ്പറ്റിറ്റീവ് പ്രൈസിങ്ങിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ പ്രൈസ് ഇടുന്നത് ഒരു ഫുഡിൻ്റെ കോസ്റ്റ് നോക്കിയിട്ടൊന്നുമല്ല. അതായത് ഒരു കോസ്റ്റിംഗ് കറക്റ്റായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിലും അതുതന്നെയാണ് സ്ഥിതി. അവരോട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഡിഷിന് പ്രൈസ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കോമ്പറ്റീറ്ററായിട്ടുള്ള മറ്റൊരു ഹോട്ടലിലെ പ്രൈസിനോട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൈസ് ഇട്ടു, ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ഇട്ടു എന്നുള്ളതാണ്.
പക്ഷേ അവർക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെല്ലാം ഡിഫറൻ്റാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് ഇട്ടാൽ മിക്കവാറും നഷ്ടത്തിലായിരിക്കും നിങ്ങൾ വിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എത്ര ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെയാണ്. പലപ്പോഴും ഒരു ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഡിഷിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു തരത്തിലാവും, വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു തരത്തിലാവും. ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഉള്ളി കുറച്ചായിരിക്കും എടുക്കുന്നത്, മറ്റൊരാൾ ഉള്ളി കൂടുതൽ എടുക്കുന്നുണ്ടാവും. മസാലപ്പൊടി കുറച്ചായിരിക്കും എടുക്കുന്നത്, മറ്റാൾ കൂടുതൽ എടുക്കുന്നുണ്ടാവും എന്ന് പറയുന്ന പോലെ ഇതിനകത്തൊക്കെ വലിയ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേരിയേഷൻസ് ഇല്ലാതെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ റെസിപ്പീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എത്രയാണ് എടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫുഡ് കോസ്റ്റ് എത്രയാണ് വരുന്നത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒപ്പം തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള, ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അതായത് പലതരത്തിലുള്ള ആളുകളെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ട് വന്നേക്കാം. ഷെഫ് ഉണ്ടാവാം, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുകൾ ഉണ്ടാവാം, ചിലപ്പം മുൻപിൽ നിൽക്കുന്ന ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരാളുണ്ടാവാം, അല്ലെങ്കിൽ ബില്ലിങ്ങിലുണ്ടാവാം, കാഷ്യർ ഉണ്ടാവാം, ബെയറർ ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇതിനകത്തുണ്ടാവാം. അപ്പോൾ എവിടെയൊക്കെയാണ് ആളുകൾ ആവശ്യമായിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അത്തരം ആളുകളെ കൊണ്ടുവരിക. ചിലപ്പോൾ പല സ്ഥലങ്ങളിലും അനാവശ്യമായിട്ട് ഇഷ്ടം പോലെ ആളുകൾ സ്റ്റാഫ് നിൽക്കുന്നത് കാണാം, അവരൊക്കെ വെറുതെ നിൽക്കുകയായിരിക്കും. മാത്രമല്ല അവരുടെ സമയമൊക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അവർ കറക്റ്റായിട്ടുള്ള കസ്റ്റമർ കെയർ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. അതിലുപരിയായിട്ട് ക്യാഷ് ഫ്ലോനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ, പലപ്പോഴും കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് പലപ്പോഴും പ്രോപ്പർ ആവാറില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ടാലി പോലുള്ള ചില സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെ എൻട്രീസ് പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഹെഡ്സിലല്ല എൻട്രീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇൻവെൻട്രി മാനേജ്മെൻറ്റിലുള്ള പരാജയമാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നുണ്ടാവും, അത് പർച്ചേസ് മുതൽ പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ നിങ്ങൾക്ക് 2-3 ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പർച്ചേസിങ് സംവിധാനം ഉണ്ടെങ്കിൽ ബൾക്കായിട്ട് സാധനം മേടിക്കുകയും നിങ്ങൾക്ക് അവിടെ തന്നെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഒരു സെൻട്രൽ വെയർ ഹൗസ് വെച്ചുകൊണ്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് സാധനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകാം. പലപ്പോഴും നമ്മളുടെ വെയർ ഹൗസിൽ നിന്ന് കിച്ചണിലേക്ക് സാധനങ്ങൾ ഇഷ്യൂ ചെയ്യുമ്പോൾ പോലും പ്രോപ്പറായിട്ടുള്ള പ്രോസസ്സ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് മിക്ക റെസ്റ്റോറൻറ്റുകളും. അപ്പോൾ അവിടെ തന്നെ വലിയ ലോസ് സംഭവിക്കുന്നുണ്ടാവും, അവിടെ തന്നെ വലിയ പ്രോഫിറ്റ് ലീക്കേജ് സംഭവിക്കുന്നുണ്ടാവും. ഇവിടെ നിന്നുള്ള പ്രോഫിറ്റ് ലീക്കേജാണ് പതിയെ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും വലിയ ലീക്കേജുകളായി അവസാനം ലോസിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പാളുന്നത്, പർച്ചേസ് പാളുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല ഇൻവെൻട്രി മാനേജ്മെൻറ്റിനകത്ത് ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സംവിധാനമൊക്കെ വെക്കണം. അല്ലെങ്കിൽ എന്താണ്, ഫുഡ് ഐറ്റംസ് ആണ്, പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പെറിഷബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇത്തരം സാധനങ്ങളൊക്കെ കേടായി പോകാനും ഡാമേജ് ആവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ അത്തരത്തിൽ സ്റ്റോക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ട് ഡാമേജായി പോകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കണം. ഒപ്പം തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത്, സ്ലോ മൂവിങ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇത് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നന്നായി മൂവ് ചെയ്യുന്ന സാധനങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. മാത്രമല്ല ഓർഡർ കൊടുക്കുന്ന സമയത്ത് ബഫർ സ്റ്റോക്ക് പോലുള്ള കാര്യങ്ങൾ, റീ ഓർഡർ ലെവൽ പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായി സെറ്റ് ചെയ്യുകയും വേണം. ഇത്തരം കാര്യങ്ങളില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് ചെയിനിൽ പോയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഓപ്പറേഷണൽ ഓഡിറ്റ് ചെയ്ത സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് യാതൊരു തരത്തിലുള്ള പ്രോസസ്സുകളും ഇവർ പർച്ചേസ് മുതൽ ഇൻവെൻട്രി മുതലുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നില്ല. അപ്പോൾ അവർ ഏകദേശം ഒരു ധാരണ ഉപയോഗിച്ചിട്ടാണ് ഒരു സാധനം ഉണ്ടാകുന്ന ഏകദേശം എത്ര സാധനം വേണമെന്നുള്ള രീതിയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പലതും വേസ്റ്റായി പോകുന്നുണ്ട്. ഈ വേസ്റ്റായി പോകുന്നതിൻ്റെ ട്രാക്കിംഗ് പ്രോപ്പറായിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, ഞങ്ങൾ ഫുള്ളി അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഫുഡ് കോസ്റ്റ് ഏകദേശം 55% വരെ വരുന്നുണ്ടായിരുന്നു. 55% ഫുഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പലപ്പോഴും പ്രൈസ് ഇൻക്രീസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ കോസ്റ്റ് കട്ട് ചെയ്താൽ മതിയായിരിക്കും. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആവശ്യമില്ലാത്ത ഒരുപാട് കോസ്റ്റുകൾ അവർക്ക് ഇൻകർ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പ്രൈസിൻ്റെ കാര്യത്തിലും ചില വേരിയേഷൻസ് വേണ്ടി വന്നേക്കാം. നമ്മൾ പലപ്പോഴും ഈ കോമ്പറ്റിറ്റീവ് പ്രൈസിങ്ങിന് പോകുന്നതിനേക്കാൾ നമ്മളുടേതായിട്ടുള്ളൊരു യുണീക്നെസ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ആ യുണീക്നെസ്സിലേക്ക് ആളുകളെ ആകർഷിക്കുകയുമാണ് വേണ്ടത്. നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ആ റെസ്റ്റോറൻറ്റുകാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആളുകൾ അവിടേക്ക് റഷ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ സത്യം എന്ന് പറയുന്നത് അവരുടെ ഒരു 3-4 ഡിഷുകൾ വളരെ യുണീക്കായിട്ടുള്ള ഡിഷുകളായിരുന്നു. ആ ഡിഷുകൾ അന്വേഷിച്ചാണ് ആളുകൾ അവിടെ വരുന്നത്. ദേ ആർ നോട്ട് ദാറ്റ് മച്ച് പ്രൈസ് കോൺഷ്യസ്. അവർ പ്രൈസ് കോൺഷ്യസ് ആണെങ്കിൽ പോലും
അത്രമാത്രം പ്രൈസ് സെൻസിറ്റീവ് ഒന്നും ആയിരുന്നില്ല അവരെന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മളുടെ ഒരു ഭയം കാരണം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം എന്ത് സംഭവിക്കുന്നു, നമ്മളൊരു കോമ്പറ്റിറ്റീവ് പ്രൈസിങ്ങിലേക്ക് പോകാൻ നിർബന്ധിതരാവുകയും നമ്മൾ ശരിക്കും നമുക്ക് അർഹതപ്പെട്ട ഒരു പ്രൈസ് നമ്മൾ ഇടാതിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു ബിസിനസ്സും മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻ്റായി പോസിറ്റീവായിട്ട് ചിന്തിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രൈസ് ഇടുകയും ആ പ്രൈസിന് വേണ്ടി നമ്മളുടെ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരികയുമാണ് വേണ്ടത്. അതർവൈസ് എന്താ ഉണ്ടാവുന്നത്, നേരെ മറിച്ച് മിക്ക സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നത്, നമ്മൾ കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ടാവാം, നമ്മുടെ മാർക്കറ്റിങ്ങിൽ കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ടാവാം, നമ്മൾ പ്രൈസ് കുറച്ചിട്ടിട്ട് ആ പ്രൈസ് എന്ന് പറയുന്ന ഫാക്ടറിനെ യുണീക്ക്നെസ് ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രൈസ് അല്ല നിങ്ങളുടെ യുണീക്ക്നെസ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങളുടെ യുണീക്കായിട്ടുള്ള സംഭവം, അതിൻ്റെ ഫീച്ചേഴ്സാണ്, അതിൻ്റെ ടേസ്റ്റാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിൻ്റെ പ്രൈസിങ്ങിലേക്ക് പോകാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒപ്പം തന്നെ അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ബഡ്ജറ്റിംഗ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ചെയ്യുക, ഇത് വളരെ പ്രധാനമാണ്. മിക്കവാറും റെസ്റ്റോറൻറ്റുകളിലൊക്കെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പരിപാടി തന്നെ ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും ബില്ല് പോലും കൊടുക്കാത്ത റെസ്റ്റോറൻറ്റുകളാണുള്ളത്. അപ്പോൾ ട്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടാവുന്നില്ല. മാത്രമല്ല എത്ര കസ്റ്റമേഴ്സ് വന്നു എന്ന് പോലും വ്യക്തമായിട്ട് അറിയില്ല. ഒരു കസ്റ്റമറിൻ്റെ ആവറേജ് ഓർഡർ വാല്യൂ എത്രയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാനുള്ള സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം വ്യക്തമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആവറേജ് എത്ര വാല്യൂവിന് അയാൾ ഓർഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആവറേജ് എത്ര സീറ്റ് സ്പേസ് അവർ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറ്റില്ല, നമ്മളുടെ ഒരു പ്രോഫിറ്റ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ലഭിക്കുന്നു എന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് കോസ്റ്റ് കട്ട് ചെയ്യേണ്ടതെന്നും പ്രൈസിങ്ങിൽ എന്തെങ്കിലും പൊസിഷനിങ് ഡിഫറൻസുകൾ വരുത്തണോ എന്നുള്ള കാര്യത്തിലുമൊക്കെ തീരുമാനമെടുക്കാൻ സാധിക്കും. അങ്ങനെ വിശദമായിട്ടുള്ള ഒരു ഓപ്പറേഷണൽ ഓഡിറ്റിങ്ങിലൂടെ, ഒരു ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിങ്ങിലൂടെ നമ്മൾ അവിടുത്തെ ചില മെനുവിലുള്ള ചില പെർട്ടിക്കുലർ ഐറ്റംസ് വേണ്ട എന്ന് വെച്ചു. കാരണം എന്താ വെച്ചാൽ അത് അധികം ഓർഡർ പോകുന്നില്ല, മാത്രമല്ല അത് ഒരുപാട് കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഐറ്റംസാണ്, കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് അതിനകത്ത് കിട്ടുന്നില്ല. മാത്രമല്ല ആ ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ആവശ്യമില്ലാതെ നമ്മൾ പലപ്പോഴും ഇൻവെൻറ്ററി ആയിട്ട് മേടിച്ച് വെക്കേണ്ട ആവശ്യകത കൂടി വരുന്നുണ്ട്. അങ്ങനെ മെനുവിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ റിമൂവ് ചെയ്തു, ചില സാധനങ്ങളുടെ പ്രൈസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി, ചില സാധനങ്ങളുടെ പ്രൈസിൽ കുറച്ച് കുറവ് കൊണ്ടുവന്നു, അത് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങളിൽ കുറച്ച് കുറവ് കൊണ്ടുവന്നു. എന്നാൽ അവരുടെ യുണീക്കായിട്ടുള്ള ചില സാധനങ്ങളുടെ പ്രൈസ് ഞങ്ങൾ ഒരല്പം കൂട്ടി. മാത്രമല്ല കോസ്റ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സംവിധാനം കുറച്ചുകൂടി വളരെ സ്ട്രോങ് ആയിട്ട് അതിന് സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് റീഓർഡർ ലെവലുകൾ സെറ്റ് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള FSN അനാലിസിസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ വളരെ പക്കയാക്കി മാറ്റി. മാത്രമല്ല നമ്മൾ വെയർ ഹൗസിൽ നിന്ന് സെൻട്രലൈസ്ഡ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പർച്ചേസിങ് സംവിധാനം ഉണ്ടാക്കുകയും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രഷ് ആയിട്ടുള്ള മീറ്റും ഫിഷും ഒക്കെ അവിടേക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും വെൻഡേഴ്സിനെ കുറച്ചുകൂടി ഒന്ന് റീവിസിറ്റ് ചെയ്യുകയും ചില വെൻഡേഴ്സിനെ ഒഴിവാക്കി കുറച്ച് നല്ല വെൻഡേഴ്സിനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ 6 മാസത്തെ ഒരു പ്രോസസ്സായിരുന്നു ഇത്. ഈ പ്രോസസ്സോടുകൂടി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവർക്ക് വ്യക്തമായ ഡാറ്റ പോലും ഉണ്ടായിരുന്നില്ല, ഇവർ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട്. പക്ഷേ വരുന്ന സമയത്തേക്ക് ഏകദേശം ഈ പറയുന്ന 40-40-20 എന്ന് പറയുന്ന വളരെ ജനറിക് ആയിട്ടുള്ള റൂളുണ്ട്, അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഫുഡ് കോസ്റ്റിനെ ഏകദേശം 32% ആക്കി കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഏകദേശം ഒരു 38 കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പോൾ അൾട്ടിമേറ്റ്ലി 32 + 38 എന്ന് പറയുമ്പോൾ 70 ആയി. ബാക്കി 30% പ്രോഫിറ്റ് മാർജിനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ആ റെസ്റ്റോറൻറ്റിന് എത്തിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് അത് അന്നുണ്ടായിരുന്ന 3 ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 8-9 ഔട്ട്ലെറ്റുകളിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. പക്ഷേ ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു റെസ്റ്റോറൻറ്റ് പിടിച്ചു നിൽക്കാനാവും. റെസ്റ്റോറൻറ്റ് കാര്യമാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് തുടങ്ങുമ്പോഴൊക്കെ അതിൻ്റെ ലൊക്കേഷനൊക്കെ വളരെ പ്രധാനമാണ്. അതിൻ്റെ പാർക്കിംഗ് സൗകര്യങ്ങൾ പ്രധാനമാണ്, ആളുകൾക്ക് ഉള്ള വിസിബിലിറ്റി പ്രധാനമാണ്, അവർ അവിടെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു നോയ്സ് ഉണ്ടല്ലോ അതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ആ ക്യാച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രധാനമാണെങ്കിൽ മാത്രമേ ഒരു റെസ്റ്റോറൻറ്റ് ഒരു സ്ഥലത്ത് വിജയിക്കാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ബാക്ക് എൻഡിലുള്ള ഈ എല്ലാ സിസ്റ്റംസും പക്കയാവുകയും വേണം.
അങ്ങനെയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ ഷോപ്പുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. കാലഘട്ടങ്ങളായി ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ക്യാഷ് ഇങ്ങനെ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ക്യാഷ് ഒന്നും നിലനിൽക്കില്ല എന്ന് പറയുന്ന ഈ അവസ്ഥയെ ഈ പറയുന്ന പർച്ചേസ്, ഇൻവെൻട്രി, അക്കൗണ്ടിങ് സ്ട്രീം ലൈനിങ്ങുകളിലൂടെ കറക്റ്റായിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിലൂടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും പലതരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ നമുക്ക് ഈ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ബെറ്ററാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ബെറ്റർ ആകാതെ കണ്ടിന്യൂ ചെയ്യുന്ന, ഈ പ്രശ്നം ഫേസ് ചെയ്യുന്ന അനേകായിരം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അവർ കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കിത് മോണിറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഫേസിൽ അടുത്ത ലെവൽ ഒരു സിസ്റ്റവും ഒരു മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടാക്കണമെങ്കിലാണ് പലപ്പോഴും ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാൻ മറക്കണ്ട. ഓൾ ദ ബെസ്റ്റ്.